ഇപ്പോഴത്തെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ വലിയൊരു കംപ്ലയിൻ്റ് ആണ് കുട്ടികളെക്കുറിച്ചും ടീനേജേഴ്സിനെ കുറിച്ചും. എക്സ്പെഷ്യലി കുട്ടികൾക്ക് ഇപ്പോൾ ചെറിയ ചെറിയ ബുള്ളിങ്, അതായത് കളിയാക്കലുകൾ പോലും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പഴയ കാലത്താണെങ്കിൽ ആ ബുള്ളിങ് ആണ് അവരെ കൂടുതൽ എനർജി തന്നതും അവരെ ഏറ്റവും ബെറ്റർ വേർഷനായിട്ടും ബെറ്റർ പേഴ്സണായിട്ടും മാറ്റാൻ സാധിച്ചതെന്നുള്ളത്. അത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ശരിക്കും ബുള്ളിങ് എപ്പോഴും തെറ്റ് തന്നെയാണ്. പഴയ കാലത്ത് പലപ്പോഴും ഈ കളിയാക്കലുകൾ നമ്മുടെ തെറ്റിദ്ധാരണയായിരിക്കാം. അത് ചില ആളുകളിൽ ചിലപ്പം അതൊരു പവറായിട്ടും ഒരു ഫയറായിട്ടും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ടാവാം. പക്ഷെ ഒരുപാട് ആളുകളെ അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് പല ക്ലാസ് റൂമുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ചില ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു വലിയൊരു റിജക്ഷൻ കാരണം അല്ലെങ്കിൽ ഒരു ഇഗ്നോറൻസ് കാരണം പല കുട്ടികളും പല രീതിയിലേക്കും പല അഡിക്ഷനിലോട്ടൊക്കെ പോയ കഥകൾ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ടായിരിക്കാം ഇതൊന്നും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ടായിരിക്കാം പ്രതികരിക്കുന്നത്? അത് വേറൊന്നുമല്ല, ഇന്നത്തെ കുട്ടികൾക്ക് കുറേയും കൂടെ അവെയർനെസ് ഉണ്ട്. അവർക്കറിയാം എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. കാരണം അവർക്ക് എക്സ്പോഷർ കൂടുതലായിട്ടുണ്ട്. അവർ ഈ ലോകത്തെ പല രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ സേഫ് ബൗണ്ടറി വെക്കും. നോ പറയേണ്ടടുത്ത് പറയും. അത് ഒരിക്കലും ധിക്കാരമല്ല, അതാണ് അതിൻ്റെ റൈറ്റ് വേ കുട്ടികൾ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ എവിടെയാണോ അവർക്ക് അവരുടെ മെൻ്റലി ഡിസ്ട്രോട്ട് ചെയ്യുന്ന അവരെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെയോ അവരുടെ പേഴ്സണാലിറ്റീനെയോ വേറൊരാൾ ജഡ്ജ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഏതാണ് ശരി ഏതാണ് തെറ്റ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് റെസ്പെക്റ്റ് ഇല്ല എന്ന് തോന്നുന്നത്. പലപ്പോഴും ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കുട്ടികൾ മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നവരെ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു പ്രായമല്ല അവർ പരിഗണിക്കുന്നത്. അത് ചെറിയ കുട്ടിയാണെങ്കിലും അവരെക്കാട്ടും മുതിർന്നവരാണെങ്കിലും അവർക്ക് എങ്ങനെ കിട്ടുന്നു അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും തിരിച്ചു കിട്ടുന്നത്.